ഒന്ന് തുടരുക. ഇപ്പോൾ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നു. ഒരു മുറയായിരുന്നു. പക്ഷെ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു, പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല. ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു, അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം. അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവുമല്ലോ. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങ് വരികയാണ്. അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. അങ്ങനെ എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ? സാധാരണ ആളുകൾ പോകുന്നില്ലേ? ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അതിനല്ലേ അയാൾ ഡ്യൂട്ടിക്കുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ. അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ. അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ പാഞ്ഞെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ. അതല്ലേ കാണേണ്ടത്. അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടുമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല. പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചിത്തക്കാരും ഉണ്ട്. അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഞാൻ പറഞ്ഞ വാചകം. അങ്ങനെയൊരു ദുരവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മൾ സാധാരണ നിലക്കുള്ള ആരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ? ഇന്നെന്താ